ആരടാ നീ? ചോദിച്ചത് കേട്ടില്ല. ആരടാ നീ? എന്താടാ ഇത്? ന്യൂ ഇയറിന് വീട് പെയിന്റ് അടിക്കുന്നുണ്ടോ? വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് വെളിയിൽ വെക്കുന്നു. എടാ വേണു, നോക്കടാ, വീട്ടിലുള്ള സാധനം എല്ലാം എടുത്ത് വെളിയിൽ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലേ? ചേട്ടാ നിക്ക്. ആരടാ നിങ്ങള്? വേണോ, ഞാനാ എല്ലായിടത്തും വെളിയിൽ വെക്കാൻ പറഞ്ഞത്. ശിവദാസൻ ചേട്ടന്റെ വീടായത് കാരണം സാധനങ്ങളൊന്നും കേടാകാതെ പതുക്കെ എടുത്തു വെക്കുന്നത്. ആരുടെ വീട്ടിലെ സാധനങ്ങൾ ആര് വെളിയിലെടുത്ത് വെക്കുന്നു? ഇന്നലെ വരെ ഇത് നിന്റെ വീട്, ഇന്ന് ഇത് എന്റെ വീട്. എന്താണോ താൻ പറയുന്നത്? ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കൊടുത്തിട്ട് പോയത് ഈ വീടൊന്നു മാത്രമാ. ഈ വീടിന്റെ ആധാരമൊക്കെ എന്റെ കയ്യിലാണല്ലോ തന്നിട്ട് പോയത്. ഏതാ നിങ്ങൾക്ക്? വെറുതെ അല്ല മോനെ, 50 ലക്ഷം രൂപ കൊടുത്തിട്ടാ 6 മാസത്തിനുള്ളിൽ പൈസ തന്നിട്ട് ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തോളാമെന്ന് പറഞ്ഞതാ. കാരണം 6 മാസം ഞാൻ ജയിലിലായിരുന്നു. ശിവദാസൻ ചേട്ടൻ ഏതോ ചെക്ക് തന്നിട്ട് പോയെന്ന് നമ്മുടെ പയ്യൻ പറഞ്ഞു. പക്ഷെ ബാങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെക്ക് ബൗൺസ് ആയി പോയി വീണു. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ മേടിച്ച കടത്തിന് മോനം ചെയ്യാനാ ഇങ്ങനെ ചോദിക്കുമെന്ന് അറിയാം. അതുകൊണ്ടാ വിസ്തരിച്ച് ഞാൻ എല്ലാം എഴുതി മേടിച്ചത്. അത് താടോ. എന്റെ അച്ഛൻ മേടിച്ചു, താൻ കാശ് കൊടുത്തു, ഓക്കെ. എന്റെ അച്ഛനിപ്പോ ഇല്ലല്ലോ. പക്ഷെ മോനെ ഞാനില്ലേ, എന്നോട് ചോദിച്ചതാ. കറക്റ്റ് വേണു. ഇപ്പൊ നിന്നോട് തന്നെ ചോദിക്കാം, ഇപ്പൊ എന്റെ പൈസക്ക് എന്താ ഒരു മാർഗം? ഇപ്പൊ തന്നെ പറയാം. ഇനി ഒരാഴ്ചക്ക് എന്റെ കാശ് വീട്ടിൽ വരും. ഓ, നിന്നെ ഞാൻ വിശ്വസിക്കുക. എടാ വാ. 50 ലക്ഷം രൂപയ്ക്ക് എവിടെയാടാ പോകുന്നത്? ഇതുകൊണ്ട് മലേഷ്യക്ക് പോ. ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നവനോട് ചോദിക്കേ, എന്നിട്ട് കാശ് കൊണ്ടുപോവാ. എനിക്ക് ആവശ്യം വീടല്ല, പണമാണ്, പണം. വരട്ടെ. ഇതൊക്കെ ആരെ അടുത്ത് അകത്ത് വെക്കാൻ പോകുന്നത്? എടുത്ത് വെക്കാൻ പറ. അതെ, വേണു പറഞ്ഞത് കേട്ടില്ല. എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ വെക്കേ. അതെ, പണം കിട്ടിയില്ലെന്ന് വെക്കേ, വീട് ലേലത്തിന് വെക്കും ഞാൻ. വരട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നത്. അതിനും തന്നു നിങ്ങളുടെ ഭർത്താവ് ഒരു പണി. ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് 4-5 ചെക്ക് പാസ്സായിട്ടുണ്ട്. 4 ചെക്ക് പാസ്സായി എൻ്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട്. ഈ ഒരു ചെക്ക് മാത്രമാണ് സ്റ്റോപ്പ് പേയ്മെന്റ് ആയിരിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ അച്ഛൻ മുങ്ങിയ കാര്യം അയാൾ അറിഞ്ഞ് എന്തിന് വേസ്റ്റായി പൈസ ഇടണമെന്നോർത്ത് സ്റ്റോപ്പ് ചെയ്തതാണോ? വിറ്റ്നസ്സായി ചെക്കുണ്ട്. ഇത് വെച്ചിട്ട് മലേഷ്യക്ക് പോയാൽ തീർച്ചയായും പണം കിട്ടും. പക്ഷെ എങ്ങനെയാടാ പോകുന്നത്? അപ്സ്, കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ഭായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാറ് വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല. 4 ലക്ഷത്തിൽ നിന്ന് ഒരു പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ഭായ്. ഒരു ചുറ്റിക എടുത്ത് തലക്കടിക്കും, തീർന്നോളൂ. ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചതെന്നറിഞ്ഞ് TVS കാർ ചോദിച്ചു, JK ടയർസുകാർ ചോദിച്ചു, MRF കാർ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളമടിക്കാൻ. അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെന്താണോ റേസ് കാറിന് ഇങ്ങനെയാണോ വില പറയുന്നത്? ഇതെന്തോ കടൽ തീരത്ത് കപ്പലിന്റെ കച്ചവടം പോലെയുണ്ട്. വാടാ വാ ബായ്. 4 ലക്ഷത്തിന് ഒരു പൈസ കുറയില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവനത് 3 ലക്ഷത്തിന് ചോദിക്കുന്നു. നല്ല വിലയല്ലായിരുന്നോ? കൊടുക്കാൻ പാടില്ലായിരുന്നോടാ? ഇപ്പൊ പറഞ്ഞില്ലേ 3 ലക്ഷം. ഓക്കെ, കാർ തന്നേക്കാം, എമൗണ്ട് തന്ന് വിട്ടേര്. ഏത് ഈ ഡബ്ബയോ? എന്താ ബൈ ഡബ്ബാന്ന് പറയുന്നേ? വാട്ട് ഡു യു മീൻ? എടാ വേണു, ഈ കാറിൽ നിന്നെ റേസി ജയിപ്പിച്ചത് ഏത് സാധനവും 4 ദിവസം ഇടപെടിക്കാതെ അത് നമ്മുടെ കുടുംബത്തിലെ അംഗമോ? എന്തിനധികം ആ കിടക്കുന്നില്ലേ ആ സെന്റിമെന്റ്സ് 50 വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. വേലക്കാരെടുത്ത് നിന്റെ 50 വർഷത്തെ സെന്റിമെന്റ്. അംബാസഡറിന്റെ കാര്യമാടാ. മലേഷ്യയിലുള്ളൊരു തന്റെ അച്ഛന് പൈസ കൊടുക്കാനുണ്ട് ഭായി. അത് വാങ്ങാൻ ഉടനെ മലേഷ്യക്ക് പോകണം, ഇല്ലെങ്കിൽ വീട് ലേലത്തിൽ പോവും. മലേഷ്യക്ക് പോകണമെന്നോ? അതിന് തന്നെ കാർ വിൽക്കുന്നേ? കുരുവിയായിട്ട് പോകാവോ? കുരുവിയോ? കുരുവി എന്ന് പറഞ്ഞ മോശപ്പെട്ട ജോലിയൊന്നും അല്ല. ആ നാട്ടിൽ നമ്മുടെ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ആവശ്യമുള്ള തുണികള്, പഴങ്ങള്, അതുപോലുള്ളവ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സ്, സെന്റ്, ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും. ആരെയോ കാണുമെന്ന് പറഞ്ഞല്ലോ, അവരെ കാണാനും പറ്റും, ഞങ്ങൾക്ക് പൈസയും കിട്ടും. പോകുന്നോ? ഓക്കേ ബൈ, ഞങ്ങൾ കുരുവിയായി പറക്കുന്നു. Penerbangan Malaysian Airlines MH185 Video 00 dari Kuala Lumpur ke London akan berdepas sebentar lagi. Terima kasih. എന്താണ് ആരോ ഒന്ന് പിക്കപ്പ് ചെയ്യുമെന്ന് ഭായി പറഞ്ഞായിരുന്നല്ലോ. ചേട്ടാ, അത് കുരുവികളാണോ നോക്ക? അതെയോ? ഏയ് കുരുവി, ചിട്ടുക്കുരുവി, കുരുവി, ഇവനായിരിക്കും ചിട്ടുക്കുരുവി. തിരിച്ചു പാട്ട് പാടാ. മാമ്പഴം മാമ്പഴം മൽഗോവ മാമ്പഴം സേലത്തെ മാമ്പഴം ഇത് താനടാ. റബ്ബർ വായി തുറന്നല്ലോ, നാക്ക് പുറത്ത് കണ്ടല്ലോ. നിങ്ങളാണോ വായി വിട്ട കുരുവി? അതെ അതെ. എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നെ? നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ? വലിയ വാസ്കോഡ ഗാമ. ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ശരി വാ പോ. ഒരു നിമിഷം, നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലോ. അതെ സർ. നിറയെ ഓട്സ് കഴിക്കും. നിറയെ ഓട്സ് കഞ്ഞി കെല്ലോഗ്സ് കഴിക്കുമോ എന്താ ചോദിച്ചേ?
മാമ്പഴം പട്ടസാരി എല്ലാം ആവശ്യത്തിനുണ്ട് ചേട്ടാ. ആ ശരിയാടാ, ഏതോ കാർ ആയിട്ട് ഒരു ചോദിച്ചല്ലോ, കൊടുത്തേ. ശരി ചേട്ടാ. പോകുന്ന വഴിയിലാണ് ബുക്ക് ബിങ് ഉള്ളത്. ബുക്കി ബിന്ദോങ്ങോ? അവിടെയാണ് പാണ്ട് ലോഡ്ജ് ഉള്ളത്. ആ. അവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. അവിടെ ഇറക്കി വിടാം. വൈകുന്നേരം ടിക്കറ്റും ചരക്കും വരും. ഓക്കെയാ? അതെല്ലാം ഓക്കെ. ഈവനിങ് എങ്ങനെ? എന്ന് വെച്ചാ അയ്യോ, എന്താ അവനെ വിളിച്ച പോലെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങൾ മലേഷ്യയിൽ ആദ്യമായിട്ടാ. ഈ അഡ്രസ് എവിടാന്ന് പറഞ്ഞാൽ ഉപകാരം. എന്താ അഡ്രസ് ഒന്ന് വായിച്ചേ. റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്, അതെ, റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്, നമ്പർ 17 ഫസ്റ്റ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ജലൻ സമുദ്ര സ്ട്രീറ്റ്, സമുദ്ര സ്ട്രീറ്റ്, കോലാലംപൂർ. കോലാലംപൂർ ആയിക്കോട്ടെ. ആളുടെ പേരില്ലേ? ഗോച്ച. ഗോച്ചായോ? ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നേ? അല്ല, അയാൾ എൻ്റെ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഗോച്ചയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നു. എടാ ദ്രോഹികളെ, സ്റ്റോപ്പ് ദ കാർ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ. ഗോച്ചയുടെ ക്ലബ്ബ് ദാ ഇവിടെ തന്നെ. അടുത്തെന്ന് പറഞ്ഞാ എവിടെയാണ്? എവിടെ? ആകാശം മുട്ടുന്നതാ ഗോച്ചയുടെ ക്ലബ്ബ്. ആകാശം മുട്ടുന്നതിരിക്കട്ടെ, നിനക്ക് മുള്ള മുട്ടുന്നുണ്ടോ? ആട്ടെ, നിന്റെ കാലത്ത് ഇങ്ങനെ ആടുന്നേ? ഡാൻസ് ക്ലാസ്സിൽ പോവാ സാർ. ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്താലേ അവിടെ പോയി കളിക്കാൻ പറ്റൂ സാർ. പോട്ടെ സാർ. അപ്പൊ ഞങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് ചെല്ല്, അവര് തന്നെ തരും. വേഗം വാടാ, വണ്ടി എടുക്കടാ. എന്റെ ഈശ്വര, എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അതെന്താ പുതിയതായിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോന്ന് പറഞ്ഞേ? പിന്നെ അവരുടെ കൂടെ പോയി ഗോച്ചയെ കാണാൻ പറയുന്നടാ. അഡ്രസ് ചോദിച്ചു തന്നാലേ ആളെ തട്ടിക്കളെന്ന ഗ്രൂപ്പാടാ അവര് പൈസ തിരിച്ചു ചോദിക്കാൻ പോകുന്നു. അവൻ ഗോച്ചയല്ലടാ, മലേഷ്യൻ ഭാഷ. ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ. ഏയ്, ഊരിയ പറഞ്ഞ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? ചൂരി ഊരിയോ? വരുന്നില്ല. ഇല്ല, എന്താടി ഇത്? എന്താണെന്നോ? എല്ലാ അലങ്കാരമായല്ലോ. എന്നടാ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു. പിടിച്ചൂരിയപ്പോ വീണു. മോതിരം ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യൻ തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല, വേണ്ടാന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ? തണ്ണി, ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണും ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക്. ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ, പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം. ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ. ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല. ഗോച്ചയുടെ അനിയത്തിയെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുത്തൻ ജനിക്കണം. ദേവി, വേഗം ഡ്രസ്സ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്. നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട. വാടാ, ഇങ്ങനെ ഒരെണ്ണം. അവരൊക്കെ പാന്റിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിൽക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ലടാ. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകാമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പർ ആണോടാ? ഓക്കെ അല്ലേ? എന്ത് ഓക്കെ? ഡ്രസ് ഓക്കെ, ഫേസിന് എന്ത് ചെയ്യും? അത് ശരിയാണ്. അതൊന്നും നോക്ക്. ആ കറുത്ത മണ്ണ് നോക്ക്. നമ്മുടെ സ്വന്തം മലേഷ്യയിൽ അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബിറാമേ, എനക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാം. ഓക്കെ അല്ല?